നമസ്കാരം. എതിരാളികളില്ലാതെ അജയ്യരായി മുന്നോട്ടു പോവുകയാണ് എന്ന പ്രതീതി ജനിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച മട്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പിണറായി 3.0 ലോഡിംഗ് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ CPM സൈബർ അണികളെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. തുടരും എന്നുറപ്പിച്ചാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തോടെ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയതും. എന്നാൽ സ്വന്തം പാളയത്തിനുള്ളിൽ തന്നെ പടകനത്തതും തെറ്റായ സമയത്തെ തെറ്റായ തീരുമാനങ്ങളും കോട്ടകളിൽ പോലും കാലിടർന്നതിന് ഇടയാക്കി. കണ്ണൂരിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ, കാസർകോട്ടെ തൃക്കരിപ്പൂർ, കോഴിക്കോട്ടെ ഏലത്തൂർ, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊല്ലത്തെ ചടയമംഗലം, തിരുവനന്തപുരത്തെ വാമനപുരം തുടങ്ങി പതിറ്റാണ്ടുകളായി ഇടത് MLA-മാരുടെ പേരിനൊപ്പം മാത്രം ചേർത്തുവെച്ച മണ്ഡലങ്ങൾ ഇക്കുറി കൈവിട്ടു പോവുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം. മുസ്ലിം ജനവിഭാഗത്തെയും മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും കുറിച്ച് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിയത് വഴി 1/4 നൂറ്റാണ്ട് മുതൽ ഇടതുപക്ഷത്തേക്ക് വന്ന് 2021 ശക്തമായി തുടങ്ങിയ മുസ്ലിം വോട്ടുകളിൽ വൻ ഇടിവ് സംഭവിച്ചു. ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയായി വിലയിരുത്തപ്പെട്ടു പോന്നിരുന്ന സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച നയം ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടർമാരെയും അനുഭാവികളെയും നിരാശപ്പെടുത്തി. ആശാപ്രവർത്തകരുടെ സമരം, നേഴ്സുമാരുടെ സമരം തുടങ്ങിയവ ആ വിഭാഗവുമായി അടുത്തിടപഴകുന്ന സ്ത്രീകളിൽ അനുഭാവം സൃഷ്ടിച്ചു. ആഗോള അയ്യപ്പ സംഗമം തുറന്നുവിട്ട ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഭൂതത്തെ ഒരു തരത്തിലും തടയാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. BJP ഇതിനെ ഫലപ്രദമായി ഉയർത്താഞ്ഞത് ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി ഏകീകരിച്ചു. BJP-യിലേക്ക് അടുപ്പം കാണിച്ച ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ 2025 ജൂലൈ മുതൽ കോൺഗ്രസ് നടത്തിയ കഠിന പ്രയത്നത്തിന്റെ വിജയം. പയ്യന്നൂർ പോലെ ഇടതുകോട്ടയിൽ ഉയർന്ന വിള്ളലടയ്ക്കാൻ ഒന്നും ചെയ്യാതെ ആരോപണം ഉയർത്തിയ ആളുകൾക്കാണ് കുഴപ്പം എന്ന എതിർ പ്രചാരണം വൈരാഗ്യം കൂട്ടി. 2021 മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ മുതൽ ആരംഭിച്ച സ്വജനപക്ഷപാത ആരോപണം 2026 തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിഷേധിക്കാനാവാത്ത തരത്തിലേക്ക് മാറി. BJP-യുമായി ഡീലുണ്ട് എന്ന ആരോപണം വേണ്ടത്ര രീതിയിൽ നേരിടാൻ CPM-ന് കഴിഞ്ഞില്ല. ജമാഅത്ത് ഇസ്ലാമിയിലൂടെ തുടങ്ങിയ ആരോപണം തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കോൺഗ്രസ് ശക്തമായി ഫലപ്രദമായി ഉപയോഗിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ കടുത്ത ഭാഷയിൽ എതിർക്കുമ്പോഴും SDPI പിന്തുണ എന്ന ആരോപണത്തെ CPM-ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സുധാകരനെ പോലെ പൊതുസമൂഹത്തിൽ മതിപ്പുള്ള മുതിർന്ന നേതാക്കൾ അകലാൻ തുടങ്ങിയപ്പോൾ നേതൃത്വം പരിഹാസത്തോടെ പ്രതികരിച്ചത് പാർട്ടിയെ സ്നേഹിച്ചിരുന്നവരിൽ അവമതിപ്പുണ്ടാക്കി. ഒരു കാലത്ത് CPM-ന്റെ മുഖമുദ്രയായി പറഞ്ഞിരുന്ന നേതാക്കളുടെ എന്തിനേയും എതിർക്കാനുള്ള ആർജവം അഹങ്കാരത്തിലേക്ക് വഴിമാറിയത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒട്ടും സഹിക്കാനായില്ല. ഭരണത്തെ ഒരു ഏകാധിപത്യ സംവിധാനമാക്കി കപ്പലും കപ്പിത്താനുമാക്കി പുകഴ്ത്തുന്നവർക്ക് അതിവേഗം ഉയർന്നു പോകാൻ അവസരം കൊടുത്തത് അനേകരെ പാർട്ടിയിൽ നിന്നും അകറ്റി. യാഥാർത്ഥ്യബോധമില്ലാതെ പ്രതികരിച്ചു. പൊതുവികാരം മനസ്സിലാക്കാതെ എടുത്ത തീരുമാനങ്ങൾ തിരിച്ചറിയുമ്പോൾ വിപരീതമായി നടപടിയെടുക്കുകയും ചെയ്ത് ദീർഘവീക്ഷണമില്ലാത്തവർ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കി. പാർട്ടിയെ വിമർശിക്കുന്നവരെ നിലവാരമില്ലാത്ത ഭാഷയിലൂടെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആക്രമിച്ചു വീഴ്ത്തുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടു. സമൂഹ മനസാക്ഷിയാകേണ്ട സാംസ്കാരിക പ്രവർത്തകർ പോലും കടന്നലുകളെ പോലെ പോരാളികളായി ഓവർടൈം ചെയ്തു. 2021 ദുരന്തങ്ങളെ വിജയകരമായി നേരിട്ട ജനനേതാവ് എന്ന മുഖ്യമന്ത്രിയുടെ ഗ്രാഫിൽ വലിയ ഇടിവ് സംഭവിച്ചു. കടക്ക് പുറത്ത് മുതൽ വീട്ടിൽ പോയി ചോദിക്ക് വരെയുള്ള പ്രതികരണങ്ങൾ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയായി. നവകേരള സദസ്സ് എന്ന ആഡംബര ബസ്സിലെ കേരള യാത്രയും അതിനെതിരായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതും കൊഞ്ഞനം കുത്തലായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആശയക്കുഴപ്പമുണ്ടായതും പ്രമുഖരുടെ ജീവിത പങ്കാളികൾക്കും അടുപ്പക്കാർക്കും ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ. ആരോഗ്യ മേഖലയിലെ വീഴ്ചകളോടുള്ള നിഷേധാത്മകമായ പ്രതികരണം. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് യുവ നേതാക്കൾക്കെതിരെ മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണവും ആശുപത്രിവാസവും പൊതുപ്രവർത്തകയ്ക്ക് ചേരുന്ന നിലയിലുള്ളതല്ലായിരുന്നു എന്ന് പരക്കെ അഭിപ്രായമുണ്ടായി. വളരെയധികം പദ്ധതികൾ സമയബന്ധിതമായി നിശ്ചയദാർഢ്യത്തോടെ പൂർത്തിയാക്കിയപ്പോഴും വിവിധ തലങ്ങളിലുള്ള ധാർഷ്ട്യം മുന്നിൽ നിന്നത് തിരിച്ചടിയായി. മറ്റൊരു കാര്യം പറയാനുള്ളത് MV ഗോവിന്ദനെ സംബന്ധിച്ചാണ്. വിവാദങ്ങളിൽ പെടാതെ പാർട്ടി നേതാക്കൾ നാവടക്കണം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശിച്ചത് മാസങ്ങൾക്ക് മുൻപ് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ്. എന്നാൽ
കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് പിന്നാലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പലതവണ തന്റെ സംസാരം വഴി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഇടയാക്കിയിട്ടുള്ള നേതാവാണ്. സംസാരം വഴി മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ മറ്റു വിവാദങ്ങളും ഇടയ്ക്കിടെ ഉണ്ടായി. തലശ്ശേരി MLAയും പിന്നീട് പ്രതിപക്ഷ ഉപനേതാവും ശേഷം 2006 മുതൽ 2011 വരെ VS മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കാലത്ത് നിരവധി സമരങ്ങൾക്കും മന്ത്രിയായപ്പോൾ സംസ്ഥാനത്തെ പോലീസിനെ ജനകീയമാക്കുന്നതിലും ആഭ്യന്തര വകുപ്പിനെ നവീകരിക്കുന്നതിലും ജയിൽ നിയമം പരിഷ്കരിക്കുന്നതിലും അദ്ദേഹത്തിന് ഒരുപാട് വലിയ റോളാണ് ഉണ്ടായത്. പിന്നീട് 2015 CPM സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തിയത്. രണ്ടാം പിണറായി സഭയിലെ സ്പീക്കറും അക്കാലത്ത് യുവ നേതാവുമായിരുന്ന AN ഷംസീർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ക്ഷോഭിച്ച് സംസാരിച്ചാൽ പോലും അദ്ദേഹം ക്ഷമയോടെ കേട്ടിരുന്ന് ഉചിതമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ പരിചയക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന വീഴ്ചകളെ അദ്ദേഹം നർമ്മോക്തികളിലൂടെ തിരുത്തിച്ചിരുന്നു. എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും ഉചിതമായ മറുപടി നൽകാനുമുള്ള കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നാണ്. ഇത്തരത്തിൽ പാർട്ടിയിൽ ജനകീയനായിരുന്നു കോടിയേരി. അതായത് യുവ നേതാക്കൾക്ക് പോലും ഏത് സമയത്തും സമീപിക്കാവുന്ന ആൾ. കോടിയേരിയുടെ മരണത്തെ തുടർന്ന് വിജയരാഘവൻ പാർട്ടി സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയേറ്റു. പിന്നീട് 2022 ഓഗസ്റ്റിലാണ് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയത്. നിരവധി വിവാദങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്കുണ്ടായത്. 2023 തൃശൂരിലെ CPM ജനകീയ പ്രതിരോധ ജാഥയ്ക്കിടെ പ്രസംഗിക്കവേ മൈക്ക് ശരിയാക്കാൻ നിർദ്ദേശം നൽകാനെത്തിയ മൈക്ക് ഓപ്പറേറ്ററെ അദ്ദേഹം നിന്റെ മൈക്കിന്റെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ശാസിച്ചത് പാർട്ടി അനുഭാവികൾക്ക് പോലും അവമതിപ്പുണ്ടാക്കി. സിൽവർ ലൈൻ വിരുദ്ധ സമരം ശക്തിപ്പെട്ട സമയത്ത് സിൽവർ ലൈൻ പദ്ധതിയുടെ ഗുണങ്ങൾ വിശദീകരിക്കവേ പാലക്കാട് കൂറ്റനാട് നിന്ന് അപ്പമുണ്ടാക്കി കൊച്ചിയിൽ വിൽക്കാൻ ഈ റെയിലിലൂടെ പറ്റുമെന്ന് പറഞ്ഞത് മറ്റൊരു വിവാദമായി. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതികരണവുമുണ്ടാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിന് പിന്നാലെ റെഡ് ആർമി എന്ന ഇടത് അനുകൂല പേജിൽ നന്ദിയുണ്ട് മാഷേ എന്ന പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഇത് ഗോവിന്ദനെ ഉദ്ദേശിച്ചായിരുന്നു. വികസന മുന്നേറ്റ ജാഥ നയിച്ച് തിരഞ്ഞെടുപ്പിൽ LDFനെ നയിച്ച MV ഗോവിന്ദൻ 2021 ജയിച്ച തളിപ്പറമ്പിൽ ഇത്തവണ UDFനാണ് മുൻതൂക്കം. 10,000-ലധികം വോട്ടിന് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇത്തവണത്തെ CPM സ്ഥാനാർത്ഥിയുമായ PK ശ്യാമളയും പിന്നിലായി. പാർട്ടി അനുഭാവികൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹം പടിയിറങ്ങണം എന്ന് കമന്റും ചെയ്യുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഏറ്റവും വലിയ തകർച്ച പാർട്ടി നേരിടുന്ന ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ച സെക്രട്ടറിയായി അദ്ദേഹം മാറി. ഈ തകർച്ചയെ എങ്ങനെ CPM കാണുന്നു എന്നതും അതിനെ എങ്ങനെ മറികടക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്ന് പ്രതീക്ഷിക്കാം.